CPY എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് വരേണ്ടത് കോപ്പി. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും strcpy എന്ന് പറയുന്നത്? ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്ത് വയ്ക്കാൻ. ഇപ്പോൾ A എന്ന് പറയുന്നതിൽ ഒരു സ്ട്രിങ് ഉണ്ട് ഹലോ, B എന്ന് പറയുന്നതിൽ empty ആണ്, ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? എനെ ബിയിലേക്ക് കോപ്പി ചെയ്ത് വയ്ക്കാം. അപ്പോൾ എയിലും ബിയും എന്തായിരിക്കും? ഹലോ എന്ന് പറയുന്ന സ്ട്രിങ് ആയിരിക്കും. അങ്ങനെ കോപ്പി ചെയ്യാൻ യൂസ് ചെയ്യണം. ഇവിടെ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കോപ്പി വൺ സ്ട്രിങ് ഇൻ ടു അനദർ. അല്ലേ, ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്ത് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നു. സിൻടാക്സ് തന്നിട്ടുണ്ട്, രണ്ട് സ്ട്രിങ് അവിടെ ഉണ്ടായിരിക്കും അല്ലേ, ഒന്നിലേക്ക് കോപ്പി ചെയ്യാണ്. അപ്പോൾ ആർഗ്യുമെൻ്റായിട്ട് രണ്ട് സ്ട്രിങ്ങും അവിടെ പാസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കിയേ, സിൻടാക്സ് എങ്ങനെയാണ്? strcpy ഓഫ് string 1, string 2. മനസ്സിലായോ? string 1, string 2 ഇങ്ങനെയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, string 2നെ string 1ലേക്കാണ് കോപ്പി ചെയ്യുക. റൈറ്റ് സൈഡിലുള്ള സ്ട്രിങ്ങിനെ ആയിരിക്കും ലെഫ്റ്റ് സൈഡിലേക്ക് കോപ്പി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈക്വൽ ടു ഒക്കെ യൂസ് ചെയ്യില്ലേ, A = 3, B = 4 എന്നൊക്കെ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അതിൻ്റെ അസൈനിങ് എങ്ങനെയാണ് വരുന്നത്? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് അസൈൻ ചെയ്യുക. A = 3 എന്ന് പറഞ്ഞാൽ 3നെ Aയിലേക്ക് കൊടുക്കുന്നു, B = 4 എന്ന് പറഞ്ഞാൽ 4നെ Bയിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ strcpy ഓഫ് string 1, string 2 എന്ന് എഴുതിയാൽ എങ്ങനെയാണ് ചെയ്യുക? string 2ലുള്ള വാല്യൂവിനെ string 1ലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയാണ്, റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് കൊടുക്കുക. അതിനനുസരിച്ച് വേണം strcpy യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ പറയുന്നുണ്ട്, ദ ഫംഗ്ഷൻ വിൽ കോപ്പി string 2 ടു string 1. string 2നെ string 1ലേക്കാണ് കോപ്പി ചെയ്യണത്. ഇനി എക്സാമ്പിൾ തന്നിട്ടുണ്ട്, char s1 of 10, s2 of 10 = welcome. ഇങ്ങനെ എഴുതി എന്തുള്ളത്? S1 എന്ന് പറയുന്നൊരു സ്ട്രിങ് വാല്യൂബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, S2 = welcome എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ S2ലാണ് വെൽക്കം ഉള്ളത്, S1ൽ ഒന്നുമില്ല. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? strcpy ഓഫ് s1, s2 എന്ന് എഴുതി. അപ്പോൾ എന്ത് ചെയ്യും? S2ലുള്ള കണ്ടൻറ്റ് S1ലേക്ക് കോപ്പി ആവും. എന്നിട്ട് Coutൽ S1നെ പ്രിൻറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വെൽക്കം എന്ന് ഔട്ട്പുട്ട് കിട്ടി. അതായത് S2ലുള്ള വെൽക്കം S1ലേക്ക് കോപ്പിയായി, S1നെ ഡിസ്പ്ലേ ചെയ്തപ്പോൾ വെൽക്കം എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. മനസ്സിലായല്ലോ? പിന്നെ അതേ അടിയിൽ വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, strcpy ഓഫ് str, welcome ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക? വെൽക്കം എന്ന് പറയുന്ന സ്ട്രിങ് str എന്ന് പറയുന്ന വാരിയബിളിലേക്ക് കോപ്പി ആവും. ഇങ്ങനെയും നമുക്ക് കോപ്പി ചെയ്യാം. നെക്സ്റ്റ് ഫംഗ്ഷനാണ് strcat. strcat എന്ന് പറയുന്നത് കോൺകാറ്റിനേഷന് വേണ്ടിയിട്ടാണ്. കോൺകാറ്റിനേഷൻ എന്ന് വെച്ചാൽ എന്താ? കൂട്ടിച്ചേർക്കുക, അപ്പൻഡ് ചെയ്യുക. ഇങ്ങനെയാണ്, അതായത് രണ്ട് സ്ട്രിങ് ഉണ്ടെങ്കിൽ രണ്ടിനെയും കൂടി ഒന്നാക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ടാണ് strcat യൂസ് ചെയ്യണത്. അപ്പോൾ ഡെഫിനിഷൻ നോക്കുക, ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു അപ്പൻഡ് വൺ സ്ട്രിങ് ടു അനദർ സ്ട്രിങ്. ഒരു സ്ട്രിങ്ങിനെ മറ്റൊരു സ്ട്രിങ്ങിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് strcat യൂസ് ചെയ്യണത്. അപ്പം സിൻടാക്സ് നോക്കുക, strcat ഓഫ് string 1, string 2 അല്ലേ, string 1, string 2 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക?